Hi all, this is Sahenda Case, Assistant Professor, Department of Civil Engineering is an IT Edu. We are studying the subject C308 Transportation Engineering 1, KTU 6th semester subject. So, നമ്മളിപ്പോൾ 6th module ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് Airport Engineering. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പോർഷൻ Basic Runway Length and Corrections Required. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ബേസിക് റൺവേ ലെങ്ത്, റൺവേ ഓറിയന്റേഷൻ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് അതൊക്കെ പഠിച്ചായിരുന്നു. സോ എന്താണ് ബേസിക് റൺവേ ലെങ്ത് എന്നുള്ളത് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ബേസിക് റൺവേ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള ലെങ്ത് ആണ്. അതിന്റെ കണ്ടീഷൻ നോ വിൻഡ് ഈസ് ബ്ലോവിംഗ് ഓൺ റൺവേ, എയർക്രാഫ്റ്റ് ഈസ് ലോഡഡ് ടു ഇറ്റ്സ് ഫുൾ കപ്പാസിറ്റി, എയർപോർട്ട് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് സീ ലെവൽ, no wind blowing on the way to destination, runway is elevated in the longitudinal direction, that is the effective gradient is 0, the standard temperature along the runway is 15 degrees Celsius. So നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് correction to runway length ആണ്. ആക്ച്വൽ റൺവേ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് 3 കറക്ഷൻ ആണ് ചെയ്യുന്നത്. ഒന്ന് എലവേഷനിലുള്ള കറക്ഷൻ, 2 ടെമ്പറേച്ചർ കറക്ഷൻ, 3 ഗ്രേഡിയന്റ് കറക്ഷൻ. അതിന്റെ ഓർഡർ ഇത് തന്നെയാണ്. ആദ്യം എലവേഷൻ കറക്ഷൻ ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ ടെമ്പറേച്ചർ കറക്ഷൻ, അതിനുശേഷം ഗ്രേഡിയന്റിൽ കറക്ഷൻ ചെയ്യുന്നു. ICAO കോഡ് പ്രകാരം എലവേഷന്റെയും ടെമ്പറേച്ചറിന്റെയും കൂടെ ടോട്ടൽ കറക്ഷൻ എന്ന് പറയുന്നത് 35% കൂടാൻ പാടില്ല എന്നാണ്. സോ ഇത് നമ്മൾ പ്രോബ്ലം ചെയ്തു വരുമ്പോഴത്തേക്ക് ഒരു ചെക്ക് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ICAO മീൻസ് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ. ആദ്യം കറക്ഷൻ ഫോർ എലവേഷൻ. മീൻ സീ ലെവലിൽ നിന്ന് എയർപോർട്ടിന്റെ എലവേഷന്റെ ഓരോ 300 മീറ്റർ റൈസിനും 7% എന്നുള്ള രീതിയിൽ ബേസിക് റൺവേ ലെങ്ത് ഇൻക്രീസ് ചെയ്യണം. അതാണ് എലവേഷന്റെ കറക്ഷൻ. നെക്സ്റ്റ് കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ. സോ നമുക്കൊരു സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറും ഉണ്ട്, അതുപോലെ തന്നെ എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചറും ഉണ്ട്. എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനേക്കാളും കൂടി വരുന്ന ഓരോ 1 ഡിഗ്രി സെൽഷ്യസിനും 1% എന്നുള്ള റേറ്റിൽ ബേസിക് റൺവേ ലെങ്ത് ഇൻക്രീസ് ചെയ്യണം. അതിനുപയോഗിക്കുന്ന ബേസിക് ലെങ്ത് എന്ന് പറയുന്നത് എലവേഷൻ കറക്ഷൻ ചെയ്ത ബേസിക് റൺവേ ലെങ്ത് ആണ്. അതാണ് കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ. ഇവിടെ നമ്മൾ എക്സ്ട്രാ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ എങ്ങനെ കണ്ടുപിടിക്കാം. ചിലപ്പോൾ അത് പ്രോബ്ലത്തിൽ ഡയറക്റ്റ് തന്നെന്ന് വരില്ല. അതിനുള്ള ഇക്വേഷൻ ആണിത്. T1 plus T2 minus T1 divided by 3. T1 എന്ന് പറയുന്നത് monthly mean of average daily temperature for the hottest month of the year. T2 എന്ന് പറയുന്നത് monthly mean of the maximum daily temperature for the hottest month of the year. അടുത്തത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എങ്ങനെ കണ്ടുപിടിക്കാം. അതെന്ന് പറയുന്നത് 15 degree Celsius minus 6.5 degree Celsius into elevation of airport divided by 1000. ഇതാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അടുത്തത് കറക്ഷൻ ഫോർ ഗ്രേഡിയന്റ്. എഫക്റ്റീവ് ഗ്രേഡിയന്റിന്റെ ഓരോ 1%നും 20% എന്നുള്ള റേറ്റിൽ നമ്മൾ റൺവേ ലെങ്ത് ഇൻക്രീസ് ചെയ്യണം. അതായത് എലവേഷൻ കറക്ഷനും ടെമ്പറേച്ചർ കറക്ഷനും ചെയ്ത ലെങ്ത് ഈ പറഞ്ഞ റേറ്റിൽ ഇൻക്രീസ് ചെയ്യണം. അതാണ് കറക്ഷൻ ഫോർ ഗ്രേഡിയന്റ്. ഇനി എഫക്റ്റീവ് ഗ്രേഡിയന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. എഫക്റ്റീവ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ആ റൺവേയിലെ
ഹയസ്റ്റ് പോയിന്റും ലോവസ്റ്റ് പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ്, എലവേഷന്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ബേസിക് ലെങ്ത്. ഇതാണ് ഗ്രേഡിയന്റിന്റെ കറക്ഷന്റെ മെത്തേഡ്. സോ അടുത്തൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. An airport is proposed at an elevation of 400 meter above mean sea level, where the mean of maximum and mean of average daily temperature are 44.80 degrees Celsius and 26.2 degrees Celsius respectively. The maximum elevation difference along the proposed profile of runway is 6.3 meter. If the basic length of runway is 1260 meter, determine the actual length of runway to be provided. So ഇവിടെ നമുക്ക് elevation തന്നിട്ടുണ്ട് 400 meter. അതുപോലെ തന്നെ mean of maximum daily temperature അതായത് T2 44.8 degrees Celsius. അതുപോലെ mean of average daily temperature അതായത് T1 26.2 degrees Celsius. അതുപോലെ തന്നെ മാക്സിമം എലവേഷൻ ഡിഫറൻസ് തന്നിട്ടുണ്ട്. എഫക്റ്റീവ് ഗ്രേഡിയന്റ് കണ്ടുപിടിക്കാനായിട്ട് 6.3 മീറ്റർ. അതുപോലെ തന്നെ നമ്മുടെ ബേസിക് ലെങ്ത് ഓഫ് റൺവേ 1260 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കറക്ഷൻ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ആക്ച്വൽ ലെങ്ത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. സോ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് കറക്ഷൻ ഫോർ എലവേഷൻ ആണ്. കറക്ഷൻ ഫോർ എലവേഷനിൽ മീൻ സീ ലെവലിൽ നിന്ന് ഓരോ 300 മീറ്റർ റൈസിനും 7% എന്നുള്ള രീതിയിൽ റേറ്റ് ഇൻക്രീസ് ചെയ്യണം. അതായത് ഇവിടുത്തെ എലവേഷൻ എന്ന് പറയുന്നത് 400 ആണ്. സോ 7 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 400 ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു 1260 അതായത് 117.60 മീറ്റർ. സോ നമ്മുടെ ആക്ച്വൽ ലെങ്ത് എന്ന് പറയുന്നപ്പോൾ 1260 plus 118 1378 മീറ്റർ. അടുത്തത് ടെമ്പറേച്ചർ കറക്ഷൻ. സോ ആദ്യം നമ്മൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് 15 ഡിഗ്രി സെൽഷ്യസ് മൈനസ് 6.5 ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു എലവേഷൻ ഓഫ് എയർപോർട്ട് ഡിവൈഡഡ് ബൈ 1000 നേരത്തെ നമ്മൾ പഠിച്ചാണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ 12.4 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് വരുന്നത്. അടുത്തത് എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ. ഇക്വേഷൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. T1 plus T2 minus T1 divided by T3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ 32.4 ഡിഗ്രി സെൽഷ്യസ്. നെക്സ്റ്റ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്നു. സോ ടെമ്പറേച്ചർ കറക്ഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ എയർപോർട്ടിന്റെ റെഫറൻസ് ടെമ്പറേച്ചർ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിനേക്കാളും കൂടി വരുന്ന ഓരോ 1 ഡിഗ്രി സെൽഷ്യസിനും 1% എന്നുള്ള റേറ്റിൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യണം. അതായത് 1/100 അതായത് 1% ഇൻറ്റു ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഇൻറ്റു റൺവേ ലെങ്ത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ 276 മീറ്റർ. സോ ടെമ്പറേച്ചർ കറക്ഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആക്ച്വൽ ലെങ്ത് എന്ന് പറയുന്നത് 1378 plus 276 അതായത് 1654 മീറ്റർ. ലാസ്റ്റ് കറക്ഷൻ ഫോർ ഗ്രേഡിയന്റ്. നേരത്തെ പറഞ്ഞിരുന്നു എഫക്റ്റീവ് ഗ്രേഡിയന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എഫക്റ്റീവ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ഹയസ്റ്റ് പോയിന്റും ലോവസ്റ്റ് പോയിന്റും തമ്മിലുള്ള എലവേഷന്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ബേസിക് റൺവേ ലെങ്ത് ഇൻറ്റു 100. 6.3 ഡിവൈഡഡ് ബൈ 1260 ഇൻറ്റു 100 അതായത് 0.5%. സോ കറക്ഷൻ ഫോർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് 20/100 ഇൻറ്റു 0.5 ഇൻറ്റു 1654 അതായത് 166 മീറ്റർ. സോ ഗ്രേഡിയന്റും കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത് 1820 മീറ്റർ ആണ്. ഇതാണ് കറക്ഷൻ അപ്ലൈ ചെയ്തിട്ടുള്ള ആക്ച്വൽ ലെങ്ത്. സോ ഇനി നമ്മൾ ഇത് ചെക്ക് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എലവേഷന്റെയും ടെമ്പറേച്ചറിന്റെയും കൂടി ടോട്ടൽ കറക്ഷൻ എത്രയാണ്? അത് 394 എന്ന് കിട്ടി. സോ ഈ 394 എന്ന് പറയുന്നത് ബേസിക് റൺവേ ലെങ്തിന്റെ എത്ര പെർസെന്റേജ് ആണ്? അതായത് 31.26%. സോ ആസ് പെർ ICAO ഇതെന്ന് പറയുന്നത് 35% കുറവായതുകൊണ്ട് ഓക്കെയാണ്. സോ ഫൈനലി കൺക്ലൂഡിംഗ് ദിസ് സെക്ഷൻ,
നമ്മൾ ഇന്ന് പഠിച്ചത് കറക്ഷൻ ടു റൺവേ ലെങ്ത് ആയിരുന്നു. 3 കറക്ഷൻ പഠിച്ചു. എലവേഷൻ, ടെമ്പറേച്ചർ, ഗ്രേഡിയന്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോർഷൻ ആണ്. ഇതിൽ നിന്ന് പ്രോബ്ലം ചോദിക്കുന്നതാണ്. സോ ആദ്യം നമ്മൾ ഇതേ ഓർഡറിൽ തന്നെയാണ് കറക്ഷൻ ചെയ്തു പോകുന്നത്. ആദ്യം എലവേഷൻ, അത് കഴിഞ്ഞ് ടെമ്പറേച്ചർ, അത് കഴിഞ്ഞ് ഗ്രേഡിയന്റ്. സോ അതിന് ചെക്കായിട്ട് യൂസ് ചെയ്യുന്നത് ടെമ്പറേച്ചറും എലവേഷൻ്റെയും കൂടെ ടോട്ടൽ കറക്ഷൻ എന്ന് പറഞ്ഞാൽ 35% കൂടാൻ പാടില്ല. അതാണ് ഒരു ചെക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്.